ഇപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ APPക്ക് പഠിക്കാനുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സബ്ജക്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന കാര്യം ലീഗൽ കോൺസെപ്റ്റ്സ്. നമുക്കറിയാം സിലബസിന്റെ ഭാഗമായിട്ട് ചില ലീഗൽ കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ലീഗൽ കോൺസെപ്റ്റ്സ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ മറ്റ് രീതികളിൽ, അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് എടുക്കുക, അതിന്റെ ആൻസർ പഠിക്കുക, ആ രീതിയിൽ ഒരിക്കലും നമ്മൾ ലീഗൽ കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മൾ എലാബറേറ്റ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, നമ്മൾ ആ ലീഗൽ കോൺസെപ്റ്റ്സ് ശരിയായി മനസ്സിലാക്കാതെ മറ്റ് മേഖലകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. സോ അതുകൊണ്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലീഗൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക എന്നുള്ളത്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക, ആ രീതിയിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ലീഗൽ കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ലീഗൽ കോൺസെപ്റ്റ്സ് പഠിക്കുന്ന ഏരിയ നമുക്കറിയാം, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ജൂറിസ്പ്രുഡൻസ് എന്ന ഏരിയയിലാണ് നമ്മൾ ഈ ലീഗൽ കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം പല തരത്തിലുള്ള ലീഗൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ലോ എന്ന് പറയുന്ന മാറ്റർ പോലും, അല്ലെങ്കിൽ ലോ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് പോലും, ഒരു സബ്ജക്റ്റ് പോലും ഒരു ലീഗൽ കോൺസെപ്റ്റ് ആണോ അല്ലയോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ലോ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ കോൺസെപ്റ്റ്. അതിനകത്ത് തന്നെ നമുക്ക് പല രീതിയിലുള്ള മറ്റു കോൺസെപ്റ്റ്സുകൾ കാണാം. സ്റ്റേറ്റ്, ദാറ്റ്സ് എ ലീഗൽ കോൺസെപ്റ്റ്. പേഴ്സൺ, ദാറ്റ്സ് അനദർ കോൺസെപ്റ്റ്. പ്രോപ്പർട്ടി, ഓണർഷിപ്പ്, പൊസഷൻ, പിന്നെ റൈറ്റ്, ഡ്യൂട്ടി, ലയബിലിറ്റി, റോങ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ലീഗൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ ഈ എല്ലാ ലീഗൽ കോൺസെപ്റ്റിനെ കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കുകയും ഈ ലീഗൽ കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് തുടങ്ങുന്നത്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേഴ്സൺ എന്ന് പറയുന്ന ലീഗൽ കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ എന്തിനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സൺ എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് രണ്ട് രീതിയിൽ അതിനെ മനസ്സിലാക്കാം. പേഴ്സൺ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന് അതിൻ്റെ ഓർഡിനറി സെൻസ്, അതിൻ്റെ സാധാരണ അർത്ഥത്തിൽ. രണ്ട് അതിൻ്റെ ലീഗൽ സെൻസ്. ലീഗലി പേഴ്സൺ എന്ന് പറയുന്ന വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആദ്യം സാധാരണ രീതിയിൽ ഓർഡിനറിലി നമ്മൾ പേഴ്സൺ എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന വാക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നും ഡിസ്കഷൻ ആരംഭിക്കാം, അല്ലേ? പേഴ്സണാലിറ്റി. അപ്പം നമ്മൾ പേഴ്സണാലിറ്റി എന്ന വാക്ക് നമ്മൾ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത് ചില കപ്പാസിറ്റികൾ വെച്ചിട്ടാണ്. ഇപ്പം നമുക്ക് എന്താണ് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ സംസാരിക്കാൻ, എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ള കപ്പാസിറ്റി, ഇങ്ങനെ ഉള്ള കപ്പാസിറ്റികളെല്ലാം കൂട്ടിച്ചേർത്ത് ഇതൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ സാധാരണഗതിയിൽ പേഴ്സണാലിറ്റി ഉള്ളവരെന്നൊക്കെ പറയും, അല്ലേ? പേഴ്സണാലിറ്റി. അപ്പൊ ചില ക്വാളിറ്റീസ് ആണ്, ആ ക്വാളിറ്റീസ് എല്ലാം കൂടെ ചേർന്ന ഒരു പദമാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചില ആൾക്കാർക്ക് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ പറയുമ്പോൾ പേഴ്സണാലിറ്റി ഉള്ളത് ആർക്കാണ്? സാധാരണ ഇൻഡിവിജ്വൽസ്, നാച്ചുറൽ ആയിട്ടുള്ള മനുഷ്യന്മാർ, അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് നമ്മൾ പറയുമ്പോൾ എന്താണ്? അവർ ഇൻഡിവിജ്വൽ ആണ്, അവർക്ക് പേഴ്സണാലിറ്റി ഉണ്ട്, ഇല്ലേ? അപ്പം നമ്മൾ പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചോയ്സ് മേക്കിംഗ് ഉള്ള ആൾക്കാർ, അതല്ലെങ്കിൽ തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, അത് എക്സ്പ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, ഇവരെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സൺസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഉള്ളവരെന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, പേഴ്സണാലിറ്റി ഉള്ളവരാണ് പേഴ്സൺസ്. പേഴ്സൺ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണാലിറ്റി ഉണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മറു ചോദ്യം കൂടെ കിടപ്പുണ്ട്. എന്താണ്? ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ മെന്റൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, മെന്റൽ റിട്ടാർഡേഷനോ അങ്ങനെ മറ്റു രീതിയിലുള്ള മെന്റൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിവില്ല എങ്കിൽ, അവർക്ക് ചൂസ് ചെയ്യാൻ കഴിവില്ല എങ്കിൽ നമ്മൾ അവരെ
പേഴ്സൺ എന്ന കാറ്റഗറി ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് സാധാരണഗതിയിൽ മനുഷ്യന്മാർക്കുള്ള ഇത്തരം ക്വാളിറ്റീസിനെ പേഴ്സണാലിറ്റി എന്നും അതുള്ളവരെ പേഴ്സൺസ് എന്നും പറയും. അതുപോലെ നമുക്ക് ചിന്തിച്ചു നോക്കാൻ നമുക്ക് മനസ്സിലാകും, നമ്മൾ നമ്മൾ മനുഷ്യന്മാരല്ലാത്ത ഇപ്പം ദൈവങ്ങളാവട്ടെ, അല്ലെങ്കിൽ മാലാകന്മാരാവട്ടെ, അല്ലെങ്കിൽ ഡെവിൾസ് ആകട്ടെ, ഇവർക്കൊക്കെ നമ്മൾ ഇത്തരം ക്വാളിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമ്മൾ ഇൻഡിവിജ്വലിനപ്പുറം മറ്റു ചില മേഖലകളിൽ കൂടെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതാണ് ഇല്ലേ. നമ്മൾ ചിലപ്പോൾ ആരാധിക്കുന്ന ചില വിഗ്രഹങ്ങൾ ഉണ്ടാവും, നമ്മൾ പല രൂപങ്ങളുണ്ടാവും, അവയ്ക്കൊക്കെ എന്തൊക്കെയോ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കി എടുക്കുന്നുണ്ടാവും. അപ്പം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ആണ്. ആ പേഴ്സണാലിറ്റി ഉള്ളവരെ നമ്മൾ സാധാരണഗതി പേഴ്സൺസ് എന്ന് പറയുന്നു, അതിന്റെ ഓർഡിനറി സെൻസ്. ഇനി നമ്മൾ അവിടെ നിന്ന് നമ്മൾ ലീഗൽ സെൻസിലേക്ക് മാറുമ്പോൾ ലീഗലി ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ളവരെ പേഴ്സൺസ് എന്ന് പറയുന്നത് പോലെയാണോ ലീഗലിയും പേഴ്സൺ എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്ക് ആദ്യം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പേഴ്സൺ എന്ന വാക്ക് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പേഴ്സോണ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേമിൽ നിന്നാണ്. പേഴ്സോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് അവർ മാസ്ക് ധരിക്കും. അങ്ങനെ മാസ്ക് ധരിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിനെ സൂചിപ്പിക്കുന്ന പദമാണ് പേഴ്സോണ. അങ്ങനെ ആണ് പിന്നീട് ആ പേഴ്സോണയിൽ നിന്ന് പേഴ്സൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് മാറുന്നത് ഇല്ലേ. നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചില മാസ്ക് ധരിച്ച ആൾക്കാരാണ്. അപ്പോൾ അതിനെയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിന് ഒരു ഡിസ്റ്റിങ്വിഷിംഗ് എലമെന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പേഴ്സോണ എന്ന വാക്കിൽ നിന്നും ഡിറൈവ് ചെയ്തിരുന്നിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻ ദ ഐ ഓഫ് ലോ അല്ലെങ്കിൽ നിയമത്തിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ നിയമത്തിൽ പേഴ്സൺ എന്ന് പറയുന്നത്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ആൻഡ് പേഴ്സൺ സിംപ്ലി ഈസ് ആൻ എൻറ്റിറ്റി വിച്ച് ക്യാൻ ഹോൾഡ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. റൈറ്റ്സും ഡ്യൂട്ടീസും ഉള്ള ആൾക്കാർ എന്തായാലും പോലെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു റൈറ്റ്സും ഡ്യൂട്ടീസും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഈ പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്ക് എന്താണ് റൈറ്റ് എന്ന് നോക്കാം. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മനുഷ്യന്മാർക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട് അല്ലേ. എണ്ണിയാൽ തീരാത്ത താല്പര്യങ്ങളുണ്ട്. നമുക്കതിനെ ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഇങ്ങനെ എല്ലാ ഇൻട്രസ്റ്റുകളും നിയമത്തിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ ഇൻട്രസ്റ്റുകളും നിയമത്തിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നിയമത്തിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിയമം പ്രൊട്ടക്ട് ചെയ്യുന്ന, നിയമം റെക്കഗ്നൈസ് ചെയ്യുന്ന നമ്മുടെ താല്പര്യങ്ങളെ നമുക്ക് റൈറ്റ്സ് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ഒരാൾ ബിയിൽ നിന്നും 1,00,000 രൂപ കടം വാങ്ങി. ബിക്ക് എന്തുണ്ട്? ഈ പൈസ തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ. ബിക്ക് ഇത് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അത് ലോ പ്രൊട്ടക്ട് ചെയ്യുന്ന റൈറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെടാത്ത നമ്മുടെ താല്പര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെയ്ബർ ഉച്ചത്തിൽ സംഗീതം ഈ പറയുന്ന ലൗഡ് സ്പീക്കറിൽ പ്ലേ ചെയ്തുകൊണ്ട് നമ്മുടെ ഉറക്കം ശല്യപ്പെടുത്തരുത്, നമ്മുടെ ഉറക്കം ഇല്ലാതാക്കരുത്. അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു താല്പര്യമാണ്. അങ്ങനെ അത് തടസ്സപ്പെടുത്തരുത് എന്ന് നിയമം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അങ്ങനെ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് നിയമനടപടി സ്വീകരിക്കാം. ഇത് നേരെ മറിച്ച് നമ്മുടെ അയൽക്കാരൻ നല്ലൊരു സംഗീതജ്ഞനാണ് അല്ലെങ്കിൽ പാട്ടുകാരനാണ്, അതുകൊണ്ട് നമുക്ക് അവരുടെ പാട്ട് കേട്ടാൽ ഉറങ്ങാമായിരുന്നു, അതുകൊണ്ട് അവരൊരു പാട്ട് പാടണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ലോ പ്രൊട്ടക്ട് ചെയ്യുമോ? ഇല്ല. അപ്പൊ എന്താണ്? ചില കാര്യങ്ങൾ ലോ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, ചില കാര്യങ്ങൾ ലോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ശബ്ദം കൂട്ടി നമ്മൾ ശല്യപ്പെടുത്തരുത് എന്നുള്ള കാര്യത്തിനകത്ത് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ അതേപോലെ അവർ നമ്മൾ പാട്ട് പാടി നമുക്ക് ഒരു സൗകര്യപ്രദമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി തരണം എന്നുള്ളത് നമുക്ക് താല്പര്യം ഉണ്ടാവാം. പക്ഷെ അത് ആസച്ച് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല. ഇനി മറിച്ച് നമ്മൾ ഈ പറയുന്ന നെയ്ബറുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നത് വെക്കുക. എങ്ങനെ? ഇത്ര നാളത്തേക്ക് ഏതെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി പാട്ട് പാടാൻ വേണ്ടി
ആ സമയത്ത് എന്താണ്, നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, അവർ പാട്ട് പാടിയേ മതിയാകും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ മേഖലകൾ നോക്കുമ്പോഴും നമുക്ക് ഏതൊക്കെ താല്പര്യങ്ങളെയാണോ ലോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ലോ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റ് എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കാം. അതാണ് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നെയ്ബർ, ആ നെയ്ബർ നമ്മുടെ സ്ഥലത്തേക്ക് ട്രസ്പാസ് ചെയ്യാതിരിക്കാൻ ഡ്യൂട്ടി ഉള്ള ആൾക്കാരാണ്. നമ്മുടെ നെയ്ബേഴ്സിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, നമ്മുടെ സ്ഥലത്തേക്ക് ട്രസ്പാസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമുക്കൊരു റൈറ്റ് ഉണ്ട്, അവർ ട്രസ്പാസ് ചെയ്യാതെ നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് എൻജോയ് ചെയ്യാം. ആ എൻജോയ്മെന്റിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മറ്റ് നെയ്ബേഴ്സ് ട്രസ്പാസ് ചെയ്യാൻ പാടില്ല. സോ എ എന്ന് പറയുന്ന ആളുടെ നെയ്ബറാണ് ബി എന്ന് വെക്കുക. അപ്പൊ എക്ക് ഒരു റൈറ്റ് ഉണ്ട്, എ റൈറ്റ് ടു പീസ്ഫുള്ളി എൻജോയ് ഹിസ് പ്രോപ്പർട്ടി. അതേസമയം ബിക്ക് ഒരു റൈറ്റ് ഉണ്ട്, നോട്ട് ടു ട്രസ്പാസ് ഇൻ ദ പ്രോപ്പർട്ടി ഓഫ് എ. അപ്പൊ ഇവിടെ രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് എയുടെ റൈറ്റ്, അതിന് ഈക്വലന്റ് ആയിട്ട് മറുഭാഗത്ത് ബിയുടെ ഡ്യൂട്ടി. ഇനി നോക്കൂ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ ബി ട്രസ്പാസ് ചെയ്തു എന്ന് വെക്കാം. എക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ബിയെ പുറത്താക്കാൻ വേണ്ടി കേസ് കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാം. എന്ന് വെച്ചാലോ, എക്ക് ഒരു ചോയ്സ് ഉണ്ട്. ആ റൈറ്റ്, എക്കുള്ള റൈറ്റ് അത് എക്സസൈസ് ചെയ്യണോ വേണ്ടിയോ എന്ന് വരുന്ന ഒരു ചോയ്സ് ഉണ്ട്. രണ്ട്, ബിയുടെ ഭാഗത്തു നിന്നോ ബിക്കും ഇതുപോലെ തന്നെ ട്രസ്പാസ് ചെയ്യാതിരിക്കണം എന്നാണ് പറയുന്നത്, പക്ഷെ ചിലപ്പോൾ ചെയ്തേക്കാം. അപ്പം അവിടെ ഡ്യൂട്ടി ഒരു ലംഘനം വരും, അതൊരു കാര്യം. പക്ഷെ എങ്കിലും ബിക്കും ഒരു ചോയ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പം നമ്മൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിന്റെ പുറകിലെല്ലാം ഒരു ചോയ്സ് ഉണ്ട്. അപ്പൊ ആ ചോയ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെ റൈറ്റ്സും ഡ്യൂട്ടീസും നോർമലി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ലോ കൊടുക്കുന്നത്. അപ്പൊ നോക്കൂ, നമ്മൾ ഓർഡിനറി സെൻസിൽ പറഞ്ഞപ്പോൾ ആർക്കൊക്കെയാണോ ഒരു ചോയ്സ് മേക്കിംഗ് കപ്പാസിറ്റി ഉള്ളത്, ആർക്കൊക്കെയാണോ തിങ്കിങ് കപ്പാസിറ്റി ഉള്ളത്, ആർക്കൊക്കെയാണോ എക്സ്പ്രസിങ് കപ്പാസിറ്റി ഉള്ളത്, അവരെയൊക്കെ നമ്മൾ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ലീഗൽ സെൻസിലേക്ക് വന്നപ്പോഴത്തേക്കും ആർക്കൊക്കെയാണോ അല്ലെങ്കിൽ എന്തിനൊക്കെയാണോ റൈറ്റ്സും ഡ്യൂട്ടീസും ഉള്ളത്, അല്ലെങ്കിൽ ആ റൈറ്റ്സും ഡ്യൂട്ടീസും ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറി ഉൾപ്പെടുത്തി മനസ്സിലാക്കുന്നു.